റളിയല്ലാഹു അൻഹു പറഞ്ഞ വസിയത്താണ് ഉത്ലുബ് മതാബൻ ബിൻ നദാമതി മുഖ്ലിയ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബലാ എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് ഔലിയാക്കളുടെ പാതയിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ചെയ്യേണ്ടത് എന്താണ്? ഉത്ലുബ് മതാബൻ, പക്ഷാതാപം കിട്ടുന്ന ഒരു സ്ഥലം നീ തേടി പിടിക്കുക. മഹാനവറുകൾ പറഞ്ഞത് ഉത്തുലുബ് നീ അന്വേഷിച്ച് കണ്ടെത്തണം. മതാബൻ തൗബ കിട്ടുന്ന ഒരു ഇടം. തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകള്, നമ്മളിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങള്, ആ തെറ്റുകുറ്റങ്ങൾ ഇനി ചെയ്യൂല എന്നുള്ള ഒരു തീരുമാനവും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥയും ചെയ്തതിന്റെ പേരിൽ ഖേദവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ദർബാറ് നീ കണ്ടെത്തുക എന്നതാണ് ആദ്യമായിട്ട് ഔലിയാക്കളുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ആവശ്യമായത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്തിനാ മതാബ് എന്ന് പറഞ്ഞ്? അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തണം. അങ്ങനത്തെ സ്ഥലമാണ് അല്ലാഹു തആലയുടെ ഔലിയാക്കളുടെ ഹളറത്ത്. ഔലിയാക്കളുടെ ഹളറത്തിൽ വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിനെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞേക്കണേ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂല ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. അവരെത്ര തെറ്റുകളും പാപങ്ങളും ചെയ്തിരുന്നെങ്കിലും, എത്ര വലിയ ദുൽമുകൾ ചെയ്തവരാണെങ്കിലും തങ്ങളുടെ ദർബാറിൽ അവർ വന്നിരുന്നെങ്കിൽ ഫസ്തഗ്ഫിറുല്ലാഹ്, വന്നാൽ അവർക്ക് നേടാൻ പറ്റിയ ഒന്നാമത്തെ നേട്ടാണ് ഫസ്തഗ്ഫിറുല്ലാഹ്. അവർക്ക് അവരുടെ ഖൽബിൽ തൗബ വരും, പക്ഷാതാപം വരും. അപ്പൊ ആ പക്ഷാതാപം വരാൻ വേണ്ടത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിൽ ചെല്ലുക എന്നുള്ളതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരികളുടെ ദർബാറ്, ആ ദർബാറിലൂടെ നമുക്ക് കിട്ടുന്നത് ആരുടെ സാന്നിധ്യമാണ്? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമാണ്. അവരുടെ ദർബാറിനെ നീ കണ്ടെത്തണം എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആദ്യം നീക്ക് തൗബ വരുന്ന ഒരു ഇടം കണ്ടെത്തണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇടം കണ്ടെത്തി മഹാന്മാരായ നമ്മളെ മശായിഖ്മാരുടെ ഹളറത്തിൽ വരുമ്പോൾ ആദ്യം അവർ തൗബ ചെയ്യിപ്പിക്കണം. അങ്ങനെ നമ്മളെ തെറ്റുകളിൽ നിന്നൊക്കെ ശരിക്ക് തൗബ ചെയ്യിപ്പിച്ച് നമ്മളെ ഉള്ളിലൊരു പക്ഷാതാപം ഉണ്ടാക്കി തന്ന്, പിന്നെ വെറും തൗബ ആ ചെയ്യണ സമയത്ത് അത്രമാത്രം വലിയൊരു തീരുമാനവും ചെയ്തു പോയതിൽ വലിയൊരു ഖേദവും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ പിന്നെ അവർ കൂടെ ഇരുത്തിയിട്ട് എന്താകണ്ട് ഈ തെറ്റുകളിലുള്ള ഖേദവും ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്നുള്ള തീരുമാനവും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മാനസിക അവസ്ഥയൊക്കെ മഹാന്മാരായ സിൽസില നൂരിയയിലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയും ഷെയ്ഖുനയുടെ ഖുലഫാക്കളും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൂരിഷ തങ്ങളും അവരൊക്കെ ചെയ്തിരുന്നത് പോലെ എന്താകുന്നുണ്ട് അവര് ഈ ഒരവസ്ഥയാണ് പിന്നെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ, ആ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ പിന്നെ അവര് ആ ബയ്യത്ത് ചെയ്ത ഉടനെ ശ്വാസത്തിന്റെ ദിക്റാണ് നൽകുന്നത്. ആ ശ്വാസം തന്നെ, ശ്വാസം നടക്കാത്തൊരു സമയമല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരവസ്ഥ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യഖൂദു ശൈത്താനു ബിളഹരി ഖൽബി ഇബ്നി ആദം മതാ വജദ ഗഫലതൻ ദഖല ഫീഹി. ആദം സന്തതിയുടെ ഹൃദയത്തിന്റെ പുറഭാഗത്ത് പിശാച് ഷടഞ്ഞുകൂടും. ഇദാ വജദ ഗഫലതൻ, അള്ളാഹുവിന്റെ ദിക്ർ ഇല്ലാത്ത ഒരവസ്ഥ ഈ ഖൽബിൽ എപ്പോ അവൻ കണ്ടോ, ദഖല ഫീഹി, അവൻ ഉടനെ ഖൽബിലേക്ക് കയറി പറ്റുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആലയും പറഞ്ഞു, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താൻ. റഹ്മാന്റെ ദിക്ർ നിന്റെ അനുസരണക്കേട് പോലും നോക്കാതെ നിനക്ക് കൃപ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന അവന്റെ ഓർമ്മ, അതിനെ തൊട്ട് മുഖം തിരിച്ചാല് ശൈത്താനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന. അപ്പൊ ഈ ദിക്റില്ലാത്ത സമയത്തൊക്കെ പിന്നെ ഖൽബിലുണ്ടാവുക ആരാണ്? ശൈത്താനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസൊക്കെ കണ്ട സമയത്ത് നമ്മൾ ആലോചിച്ചിന്, ദിക്റില്ലാത്തപ്പോഴൊക്കെ ഖൽബിൽ ശൈത്താൻ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എല്ലാ സമയത്തും ദിക്ർ വേണമല്ലോ, അതിനിപ്പോ എന്താ മാർഗം? ബഹുമാനപ്പെട്ട നമ്മളെ മശായിഖന്മാരെ ഹളറത്തിൽ വന്നപ്പോഴാണ് എങ്ങനെയാണ് എല്ലാ സമയത്തിലും ദിക്ർ ഉണ്ടാക്കിയെടുക്കൽ. എല്ലാ സമയത്തിലും ദിക്റില്ലെങ്കിൽ, ദിക്റില്ലാത്ത നേരത്ത് ഖൽബിൽ ശൈത്താൻ വരും. ഖൽബിൽ ശൈത്താൻ വന്നാല് ഖൽബിന്റെ താബിയാണ് ജിസ്മ്. ഖൽബിന്റെ താബിയാണുള്ള ജിസ്മ്. ഖൽബ് കേടന്ന എല്ലാം കേടന്നു, ശരീരം മുഴുവൻ കേടന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജിസ്മിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശൈത്താനിയായ പ്രവർത്തനക്കാരും. പ്രത്യക്ഷത്തിൽ നിക്കരിച്ചിട്ടുണ്ടാവും, നല്ല നല്ല അമലുകൾ ചെയ്യുണ്ടാകും. ബഹുമാനപ്പെട്ട ശൈഖുനാ ഖുദ്ദുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയും,
നല്ലതൊക്കെ ചെയ്യുണ്ടാവും, പക്ഷെ ശൈത്താൻ അങ്ങനെ ചിരിച്ചിട്ടുണ്ടാവും. നല്ലോണം നിക്കരിച്ചോ, നല്ലോണം ഖുർആൻ ഓദിക്കോ, അതൊക്കെ ഞാൻ പോക്കറ്റ് അടിച്ചിക്കണം. മുഴുവൻ ശൈത്താൻ കൊണ്ടേക്കും. ഈ നിക്കാരത്തില് എല്ലാ കേടുകളുണ്ടാവും. ആ ഹഫിയായ ശിർക്കും റിയാവും ഉജുബും കിബറും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഹുബ്ബു ദുനിയ റഅ്സു കുല്ലി ഖതിയ എന്നല്ല ശൈഖുനെ വിവരിച്ച ആ ഹുബ്ബു ദുനിയയും അതൊക്കെ കൽബിൽ കയറ്റിക്കൊണ്ടേക്കാരം നിസ്കരിച്ചത്. അപ്പൊ ആ നിസ്കാരം വരെ ആരുതായി മാറുകയാണ്? ശൈത്താന്റേതായി മാറുകയാണ്. പിന്നെ ബാക്കിയുള്ള പണിന്റെ പറയാനില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പണികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ശരീരം കൊണ്ട് ചെയ്യുന്ന പണികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പണിയാണ് നിസ്കാരം. അതുവരെ ശൈത്താൻ പോക്കറ്റടിച്ചു പോകുക. അപ്പൊ ഈ കൽബിന് ശൈത്താൻ കയറി പറ്റിയ നേരത്താണ് മരണം സംഭവിക്കണെന്ന് വെച്ചാല് മരണവും എന്തായി മാറും? ശൈത്താൻ പോക്കറ്റടിക്കും. മരിക്കുന്ന അവസരത്തിൽ ഈമാനും ശൈത്താൻ പോക്കറ്റടിക്കും. സൂൽ ഖാത്തിമത്ത് വരും. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ അന്ത്യം ഈമാനില്ലാതെ കുഫ്റിൽ മരിക്കുന്ന ഒരു ഗതികേടിലേക്കാണ് പോവുക. ഇസ്തഅവദ അലൈഹിമുശ് ശൈത്താൻ, ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം നടത്തും. അപ്പൊ ഈ പിശാച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ, വളരെ വ്യക്തമായ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, അവൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവനെ ശത്രുവായി കാണുക? അവന്റെ ശത്രുതയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെയാണ് മോചനം നേടുക? അപ്പൊ നമ്മളുടെ വളരെ വ്യക്തമായ ശത്രു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന ആ ശത്രുവിന്റെ കെണിവലകളിൽ നിന്ന്, അതിൽ നിന്ന് നമുക്ക് മോചനം നേടാനുള്ള ആയുധമാണ്, ഉപകരണമാണ് ബഹുമാനപ്പെട്ട ശൈഖുന. ആ ശൈഖുന എന്നല്ലായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഉസ്താദുമാര് അവരെ കരം പിടിച്ച് പ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തിക്ക് ആദ്യം നൽകുന്നത് ശ്വാസത്തിന്റെ ദിക്ർ. ശ്വാസം തന്നെ ദിക്റാക്കി മാറ്റുക. ഞാന് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സബബാക്കിയതായ ഒരു സാധനമാണ് ഈ ശ്വാസം. ഈ ശ്വാസം എന്റെ കയ്യിലല്ല, അത് ആരാണ് നടത്തി തന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ റബ്ബാണ് നടത്തി തന്നുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തടവ് കൂടാതെ നിരന്തരം എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ്, എന്റെ പരിപാലകൻ, എന്റെ സൃഷ്ടാവ്, അവൻ എനിക്ക് മതിയായവനാണ്, ഞാൻ അല്ലാഹു ഉള്ളവനാണ് എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക്, എനിക്ക് അല്ല മതി, അവൻ മതിയായവനാണ് എനിക്ക് എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട സിൽസില നൂരിയയിലെ ബഹുമാനപ്പെട്ട ശൈഖുനയും നമ്മുടെ ഉസ്താദുമാരും ബയ്യത്ത് ചെയ്ത ഉടൻ തന്നെ ഓരോ മുരീദിനെയും കൈപിടിച്ചുയർത്തുന്നുണ്ട്. ഈ ശ്വാസത്തിന്റെ ദിക്ർ നമ്മളവിടെ അവർ പരിശ്രമിക്കാൻ പറയും. നമ്മൾ കേട്ടുകൊള്ള വലിയ വലിയ ഉലമാ